കേരളത്തിലെ ഏറ്റവും വലിയ കായൽ റോഡ് പാലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പെരുമ്പളം പാലം. പെരുമ്പളം പാലം ഏത് കായലിന് കുറുകെയാണ്? വേമ്പനാട് കായലിന് കുറുകെയാണ്. പെരുമ്പളം പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത ഏത്? ഓപ്ഷൻ ബി കോഴിക്കോട് വയനാട് തുരങ്കപാത. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? തുരങ്കപാത. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ ട്വിൻ ട്യൂബ് ടണൽ ഏത്? കോഴിക്കോട് വയനാട്. കോഴിക്കോട് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ ചുമതല ഏത് സ്ഥാപനത്തിനാണ്? കൊങ്കൺ റെയിൽവേ. നിർഭയ നിശ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്ത്രീകളുടെ സുരക്ഷയ്ക്ക്. കേരളത്തിലെ ആദ്യത്തെ വനവിജ്ഞാന കേന്ദ്രം എവിടെയാണ്? നിലമ്പൂർ. നിലമ്പൂർ മലപ്പുറത്താണ്. കെ സ്മാർട്ട് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം തദ്ദേശ സ്വയംഭരണ സേവനങ്ങൾ. തദ്ദേശ ഭരണ സേവനങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഫോർ ബ്രിഡ്ജ് എവിടെയാണ്? ഉത്തരം ഋഷികേശ്. ബജ്രംഗ് സേതു ഏത് നദിക്ക് കുറുകെ ആണ്? ഗംഗ നദി. INS ജടായു എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഉത്തരം മിനിക്കോയ്. INS ജടായു ഏത് സേനയുമായി ബന്ധപ്പെട്ടതാണ്? നാവിക സേന. റിപ്പബ്ലിക് ദിന പരേഡ് 2026 മികച്ച ടാബ്ലോ നേടിയ സംസ്ഥാനം ഏത്? ഒഡീഷ. ഇന്ത്യയിലെ മികച്ച സ്മാർട്ട് സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നഗരം? സൂറത്ത്. 2026 T20 ലോകകപ്പിലെ ടൂർണമെന്റ് താരം ആര്? സഞ്ജു സാംസൺ. കേരളത്തിലെ ആദ്യ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിലവിൽ വന്ന സ്ഥലം ഏത്? ബ്രഹ്മപുരം. കേരള ജീനോം ഡാറ്റ സെന്റർ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി നടപ്പാക്കുന്ന പ്രദേശം ഏത്? മയിലട്ടി, കാസർഗോഡ്. 2026 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത പെരുമ്പളം പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആലപ്പുഴ. 2026 സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കി. കുടുംബശ്രീയുടെ സുശക്തി മിഷൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം. വിജ്ഞാന കേരളം പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായത് ആര്? TM തോമസ് ഐസക്. ഓപ്പറേഷൻ സൈഹണ്ട് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സൈബർ തട്ടിപ്പ് തടയൽ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയൽ. ഇന്ത്യ സ്വന്തമാക്കുന്ന S-400 പ്രതിരോധ സംവിധാനം ഏത് രാജ്യത്തിൻ്റെതാണ്? റഷ്യ. സ്പൈസസ് ബോർഡിന്റെ വൈസ് ചെയർമാനായി നിയമിതനായ വ്യക്തി ആര്? ഷാജി രാഘവൻ. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്നത് ആര്? വി അനന്തനാഗീശ്വരൻ. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷയായ ആദ്യ വനിത? മെലനിയ ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പ്രധാനമായും എന്തിനാണ് പ്രസിദ്ധം? എണ്ണ ഗതാഗതം.
2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ട്രയോണ്ട. T20 ലോകകപ്പിൽ റൺ ചേസിംഗിൽ ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ഇന്ത്യൻ താരം ആര്? സഞ്ജു സാംസൺ. രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായി കിരീടം നേടിയ ടീം ഏത്? ജമ്മു കാശ്മീർ. കർബി ആംഗ്ലോങ് ഇഞ്ചി GI ടാഗ് ലഭിച്ച കാർഷിക വിള ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ആസാം. ലോക്സഭ അവകാശ ലംഘന സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായത് ആര്? രവിശങ്കർ പ്രസാദ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഇറാനാണ്. IRIS-11 എന്ന കപ്പൽ ഏത് രാജ്യത്തിൻ്റെതാണ്? ഇറാൻ. വിജ്ഞാന കേരളം കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാന്ത്വന മിത്രം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച രക്തദാന പോർട്ടലിന്റെ പേര് എന്താണ്? ജീവധാര. ജീവന്റെ വല എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത വ്യക്തി ആരാണ്? GS ഉണ്ണികൃഷ്ണൻ. പനിയ ഭാഷയിൽ നിർമ്മിച്ച ആദ്യ ഫീച്ചർ ചിത്രം ഏതാണ്? കാട് ആണ്.